നമസ്കാരം. ജന്മഭൂമി 2 മിനിറ്റ്സിലേക്ക് സ്വാഗതം. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ നോവലിസ്റ്റ് ശ്രീജിത്ത് മൂത്തേടത്തിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ പള്ളിയറ ശ്രീധരൻ ഫോണിൽ തെറി വിളിച്ചു എന്നതാണ് വാർത്ത. സംഗതി വിവാദമായപ്പോൾ മാപ്പ് പറച്ചിലായി. വയോധികനെന്ന ആനുകൂല്യം നൽകി ശ്രീജിത്ത് മൂത്തേടത്ത് ആ മാപ്പ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെന്തായാലും അത്തരത്തിലൊരാൾക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എന്നല്ല, പൊതുവിടത്തിൽ ഒരു സംവിധാനത്തിന്റെയും ചുമതലയിലിരിക്കാൻ യോഗ്യതയില്ലാത്തതാണ്. എന്നിട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. കേരള സാർ, 100% ലിറ്ററസി സാർ, തരാതരം പോലെ വാലാട്ടാനും കാല് നക്കാനും കുരയ്ക്കാനും ഒക്കെയാണ് പണ്ടും പള്ളിയറകളിൽ തമ്പ്രാൻ ബാല്യക്കാരെ വയ്ക്കാറുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട്, അക്കാദമി, മിഷൻ തുടങ്ങി വിവിധയിനം വാലുകളിൽ അറിയപ്പെടുന്ന സർക്കാർ വിലാസം സ്ഥാപനങ്ങളിൽ സെക്രട്ടറി, ഡയറക്ടർ, ചെയർമാൻ തുടങ്ങിയ വേഷം കെട്ടലുകളായാണ് ഇത്തരക്കാരെ നിയോഗിക്കാറ്. എഴുത്തും വായനയും കണക്കുകൂട്ടലും ഒക്കെ കാര്യമായി ഉണ്ടെന്ന് വരുത്തുകയും പള്ളിക്കൂടങ്ങളിൽ ക്യുസ് എന്ന പേരിൽ പാർട്ടി റിക്രൂട്ട്മെന്റിന് വഴിയൊരുക്കുകയുമാണ് പള്ളിയറ വാഴുന്നവരുടെ ദാസ്യവൃത്തിയെന്ന് അറിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കേൾക്കുന്ന പുലയാട്ടിൽ വലിയ പ്രശ്നമില്ല. അത്രയൊക്കെ വളർച്ചയുള്ളൂ. അപ്പോ പിന്നെ പള്ളിയറയിൽ നിന്ന് ഉയരുന്ന കുരയുടെ പിന്നിലിരിപ്പ് എല്ലാവർക്കും മനസ്സിലാകും. കാലങ്ങൾക്ക് ശേഷമാണ് കേരളത്തിലെ ഏതെങ്കിലും സർക്കാർ വിലാസം അവാർഡിൽ നിന്ന് ഭരണക്കാരുടെ പിന്നണി പാട്ടുകാർ ഒഴിവാക്കപ്പെടുന്നത്. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇത്തവണത്തെ പുരസ്കാരങ്ങളിലൊന്ന് അങ്ങനെയാണ് മാർക്സിസ്റ്റ് കൊലക്കത്തിക്കിരയായ ഭാസ്കരൻ മാഷുടെ മകൻ ശ്രീജിത്ത് മൂത്തേടത്തിന് ലഭിക്കുന്നത്. പക്ഷമില്ലാത്ത ഈ വിധി നിർണയം പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് കാക്കാൻ സർക്കാർ എല്ലും ചെലവും കൊടുത്തിരുത്തിയിട്ടുള്ള ശ്രീധരൻ സഖാവ് അറിഞ്ഞില്ലെന്ന് വേണം ഒടുവിൽ കേട്ട കുരയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അവാർഡ് നേടിയ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ എഴുത്തല്ല, അയാളുടെ കണ്ണിലിടം പിടിച്ചത് ആശയമാണ്. സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ അയ്യരുടെ അടുത്ത് നിന്ന് ഫോട്ടോ പിടിക്കാൻ അവസരം ലഭിച്ചില്ലെന്ന് പറഞ്ഞാണ് ശ്രീധരൻ ശ്രീജിത്തിനോട് കുരച്ചു ചാടിയത്. യഥാർത്ഥത്തിൽ ഈ കുര ശ്രീജിത്ത് അവാർഡിന് അർഹനാണെന്ന് കണ്ടെത്തിയ ജൂറിക്ക് നേരെയാണ്. ബാല്യക്കാരും അടിച്ചുതൊള്ളിക്കാരും അടുക്കള വയ്പ്പുകാരുമൊക്കെയായി എമ്പാടും എഴുത്താളർ പാർട്ടി പരിപാടികളുടെ പിന്നാമ്പുറത്ത് വാലുമാട്ടി നടക്കുന്നതിനിടെയാണ് അവരെല്ലാം ഒഴിവാക്കി ഇങ്ങനെ ഒരു ജൂറി തീരുമാനം. അരിശം കുരച്ചു തീർക്കാതെ എന്ത് ചെയ്യും? ഭൂമിവാതുക്കലിൽ നിന്നാണ് ശ്രീജിത്തിന്റെ വരവ്. പെൻഗ്വിനുകളുടെ വൻകരയിൽ നിന്നുള്ള ബാലശാസ്ത്ര നോവലാണ് പുരസ്കൃതമായത്. 2022 കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് പെൻഗ്വിനുകളുടെ വൻകരയിൽ പ്രസിദ്ധീകരിച്ചത്. ശാസ്ത്രചിന്തയും പാരിസ്ഥിതിക അവബോധവും വളർത്തുന്നതാണ് പുസ്തകമെന്ന് ജൂറി വിലയിരുത്തിയിട്ടുണ്ട്. കുരുവികളുടെ ലോകം, ആഫ്രിക്കൻ തുമ്പികൾ, ചക്കരപ്പാടം, സൂര്യയാത്രയുടെ വിസ്മയച്ചെപ്പ്, തൂവൽ തൊട്ടിൽ തുടങ്ങി പിന്നെയുമുണ്ട് പാരിസ്ഥിതികത അവബോധം വളർത്തുന്ന ശ്രീജിത്തിന്റെ ബാലനോവലുകൾ. ഇടവഴി താണ്ടിയാണ് ശ്രീജിത്ത് എന്ന കൗമാരകാരൻ അറിവിന്റെയും എഴുത്തിന്റെയും വഴിയിൽ ചുവടുറപ്പിച്ചത്. കൺമുന്നിൽ കൊല്ലപ്പെട്ട അച്ഛന്റെ ഓർമ്മകൾക്കാണ് തന്റെ ഓരോ എഴുത്തും ശ്രീജിത്ത് വഴിയല്ല ശ്രീജിത്തിന്റെ വഴിയെന്ന് സാരം. ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ സ്ഥാനത്ത് ശ്രീധരൻ കയറിയിരിപ്പായിട്ട് ഒരു പതിറ്റാണ്ടാവുന്നു. പിണറായി സർക്കാരിന്റെ പ്രായത്തോളമുണ്ട് പദവിയുടെ ആയുസ്. ചുരനോ അതോ ശുഭനോ എന്ന് നാട്ടുകാരെ കൊണ്ട് പാടിക്കുന്ന പരുവത്തിലാണ് കനകസിംഹാസനത്തിന്റെയൊക്കെ അവസ്ഥ. കൂടാളി പള്ളിക്കൂടത്തിൽ BRS എടുത്ത കണക്കു പുസ്തകം എഴുത്തായിരുന്നു പണി. ശാസ്ത്ര സാഹിത്യ പരിഷത്തും ദേശാഭിമാനിയും കൂട്ടിനുള്ളപ്പോൾ പള്ളിക്കൂടം വാദ്യാരുടെ പണിയേക്കാൾ മെച്ചം പുസ്തകം എഴുതി ഡയറക്ടർ ആകാമെന്ന് കരുതിയതാണ് ശ്രീധരന്റെ ബുദ്ധി. പാർട്ടിയെ ചാരിയാൽ പാർട്ടി ഇല്ലാതെ വേറെ വല്ലതും മണക്കുമെന്ന് കരുതുന്നതാണ് അപകടം. ഈ മോഡൽ മലയാളം ഭാഷാ വൈദഗ്ധ്യം കൈമുതലായുള്ള ഇമ്മാതിരി മുതലുകളാണ് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന തളിരിന്റെ പത്രാധിപരെന്ന് കൂടി അറിയുമ്പോഴേ അപകടം എത്ര ഭീകരമാണെന്ന് മനസ്സിലാവും.